ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ സാധാരണ മീൻകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ഞാനിവിടെ 400 ഗ്രാം മത്തി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമാങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങ, പിന്നെ ഒരു 5-10 അല്ലി വെളുത്തുള്ളി, പിന്നെ 1/4 പീസ് ഇഞ്ചി, പിന്നെ കുടംപുളി ഒരു 2-3 പീസ് ചൂടുവെള്ളത്തിൽ പുതിർത്തി വയ്ക്കണം. പിന്നെ പച്ചമുളക് ഇപ്പോൾ ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ മുന്നേ പുതിർത്തി വയ്ക്കുക. പിന്നെ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 3 കൊളുന്ത് കറിവേപ്പില. ആദ്യം നമ്മൾ അരപ്പുണ്ടാക്കും. അതിനായിട്ട് ഒരു മിക്സി ജാറിൽ നമ്മൾ 1 കപ്പ് തേങ്ങ അതിലേക്ക് ചേർക്കും. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി, അത് ഓപ്ഷണലാണ്. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 1 ടീസ്പൂൺ, പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചിട്ടെടുക്കുക, നല്ല മഷി പോലെ. എന്നിട്ട് നമ്മൾ മീൻ ചട്ടിയിൽ അത് പകർത്തുക. എന്നിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് ബാക്കിയുള്ള അരപ്പും കൂടെ അതിലേക്ക് പകർത്തുക. നമ്മൾ ഓരോന്ന് ആഡ് ചെയ്യാൻ തുടങ്ങും. ആദ്യം പച്ചമുളക് ആഡ് ചെയ്യും, പിന്നെ ഇഞ്ചി ആഡ് ചെയ്യും, പിന്നെ വെളുത്തുള്ളി ആഡ് ചെയ്യും, പിന്നെ പച്ചമാങ്ങ, പിന്നെ തക്കാളി. നിങ്ങൾക്ക് പുളി അത്ര ഇഷ്ടമല്ലെങ്കിൽ തക്കാളി സ്കിപ്പ് ചെയ്യാം. കാരണം പച്ചമാങ്ങ ആഡ് ചെയ്യുന്നുണ്ട്, തക്കാളി വേണേൽ പകുതി ചേർത്താൽ മതി. പിന്നെ കറിവേപ്പില, പിന്നെ ഒരു 2 കുടംപുളി, 2 അല്ലെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതി, പച്ചമാങ്ങ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കറി. എന്നിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ചട്ടിയിൽ കറി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീൻ കഷ്ണം അതിലേക്ക് കറിയിലേക്ക് ഇടും. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് മീൻ കറിയിൽ മുങ്ങുന്ന ഉണ്ടോ എന്ന് നോക്കുക. കറിയിൽ ഉള്ളിലേക്ക് ആക്കിയിട്ട് വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ച് 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തിളപ്പിക്കുക. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. ഒന്ന് ചുറ്റിക്കുക, മീൻ വെന്തോന്ന് നോക്കുക. അത്രേ ഉള്ളൂ. നമ്മുടെ മീൻ കറി റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അവസാനമായിട്ട് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ഫിഷ് കറിയാണ്, ഫിഷ് കറി റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.